ഏറ്റവും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭക്ഷണം ഏതായിരിക്കും അങ്ങനെ ചോദിച്ചാൽ? അത് രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം എന്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും പറ്റില്ല കഴിക്കാൻ, ട്രൈ ചെയ്യാൻ പോലും പറ്റില്ല. ഒന്ന് ഫിലിപ്പൈൻസിലെ ബലൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള അവരുടെ ലോക്കൽ ഡിഷാണ് അത്. അതെന്ന് പറഞ്ഞാൽ ബിരിയാണായിട്ടുള്ള മുട്ടയാണ്. അതായത് ഇപ്പോ അതായത് ബിരിയാണായിട്ടുള്ള മുട്ട അവർ ബോയിൽ ചെയ്തിട്ട് സോസ് ഇട്ടിട്ട് അങ്ങ് കഴിക്കും. അത് നെക്സ്റ്റ് ഡേ അവിടെ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ അത് വിരിഞ്ഞ് കുഞ്ഞായിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിലിങ്ങനെ അതിന്റെ ചിറകും ബ്ലാക്ക് കളറായിട്ടുള്ള എംബ്രിയോ കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായി. അത് ട്രൈ ചെയ്യാൻ പോലും, അത് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. അത് കണ്ടോണ്ടിരുന്ന എനിക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീഡിയോ എടുക്കാൻ തന്നെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്താ പറയാ, എലീനെ ചുട്ടിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ അവിടെ വിറ്റിട്ട് നടക്കുന്നുണ്ടാവും, കഴിക്കുന്നുണ്ടാവും. അപ്പൊ അതും എനിക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അതിന്. നമ്മളെ നാട്ടിലൊക്കെ എലി ചത്ത് കഴിഞ്ഞ ഒരു സ്മെല്ലില്ല, അതുപോലത്തെ സ്മെൽ തന്നെയാണ് ഈ ഒരു സംഭവത്തിന്. വേറെ ഇവര് ക്ലീൻ ചെയ്തിട്ടൊന്നുമല്ല, എലിയെ കൊല്ലുന്നു, അങ്ങനെ ജസ്റ്റ് ഒന്നുമില്ലേ ബോയിൽ ചെയ്യുന്നു അല്ലെ ഗ്രില്ല് ചെയ്യുന്നു. അല്ലാണ്ട് ആ ഒരു വാലും ആ ഒരു സ്കിന്നും ഒന്നും അത് കളയില്ല. അത് കഴിക്കണ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു വൃത്തികെട്ട ഫീലാണ്. അതിന്റെ ഒരു സ്മെല്ലും കൂടെ ആവുമ്പോ എന്താ ഭയങ്കര ക്യാമറ ഛർദിച്ചെന്ന്. ഇത് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈവൻ അത്യാവശ്യം വിയേർഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാ. പുഴു മറ്റേ ഈ ഉറുമ്പുകളില്ലേ, വലിയ ഉറുമ്പുകളുടെ മുട്ട ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനമുണ്ട് ഫ്രൈഡ് റൈസ് പോലെ ഇരിക്കുന്നത്. അത് ഞാൻ കംബോഡിയയിൽ നിന്ന് ഉറുമ്പിന്റെ മുട്ടയും പിന്നെ എന്തിന്റെയൊക്കെയോ വൈറ്റ് കളറിലെ എഗ്സ്, ചെറിയ അങ്ങനത്തെ വലിയ ആൻസിന്റെ എന്തോ എഗ്സ് ആണ്, അതെല്ലാം മിക്സ് ചെയ്ത സാധനമൊക്കെ ഞാൻ കഴിച്ചു നോക്കുന്നു. പിന്നെ കുറെ പ്രാണികളുടേത്, കറുത്ത വണ്ട്, ഗ്രാസ് ഓപ്പർ, ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നല്ല ട്രൈ ചെയ്തിട്ട് മറ്റേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിയേർഡ് കോമ്പിനേഷൻ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഗ്രാസ് ഓപ്പർ കുറച്ച് കേരളത്തിൽ വെള്ളമല്ല ഫുഡായിരുന്നെങ്കിൽ ആൾക്കാർ മറ്റേ തിന്നാൻ പറ്റുന്ന മറ്റേ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഇട്ടേനെ ഇതും കൂടെ. അത് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫീൽ ഇല്ല. അത് ഗ്രാസ് ഓപ്പർ ആണെന്ന് ചിന്തിച്ചിട്ട് കഴിക്കുമ്പോ ചിലപ്പോ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് മൈൻഡിൽ ഒന്നും തിങ്ക് ചെയ്യാണ്ട്, കാരണം അത് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മളെന്തെങ്കിലുമൊക്കെ കൊണ്ടാട്ടമൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുള്ളൂ. അതുപോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രിൽഡ് ആയിട്ടുള്ള പുഴു ഇപ്പോ ഈ നാഗാലാൻഡിലൊക്കെ ഭയങ്കര കോമൺ ആണ്. മറ്റേ ഫെസ്റ്റിവലിന്റെ ടൈമില് പട്ടീനെ തിന്നുന്നത്. പട്ടീനെ തിന്നുന്നുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ട്. വൺ ടൈം ട്രൈ ചെയ്തിട്ട് അതും എനിക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വൊമിറ്റ് ചെയ്തു ഓൾറെഡി. ജസ്റ്റ് 1 പീസ് കഴിച്ചുള്ളൂ. കാരണം എനിക്ക് ഡോഗ് ഉണ്ട് ഓൾറെഡി. അപ്പൊ എനിക്ക് ഭയങ്കര ഇതുള്ളതുകൊണ്ട്, ഭയങ്കര കണക്ട് ആയതുകൊണ്ട്, ഒരു ഹ്യൂമൻ മീറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന സെയിം സിറ്റുവേഷൻ ആണ് എനിക്ക് ഡോഗിന്റെ മീറ്റ് കഴിച്ചപ്പോഴും ഉണ്ടായത്. കാരണം അതെനിക്ക് പിന്നെ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല, എന്തോ ഞാൻ ചെയ്തു എന്നുള്ള. പക്ഷെ ഞാൻ കഴിക്കാതിരുന്നെങ്കിലും അവരെല്ലാരും കൊല്ലും. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചാക്കിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ട് കാണാം, കോഴീനൊക്കെ വിൽക്കുന്ന പോലെ. ഡോഗുകളെ ഇങ്ങനെ അങ്ങോട്ട് നോക്കാനേ ബുദ്ധിമുട്ട്. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഇറങ്ങി പട്ടി നടക്കില്ല. അവിടെ നടക്കുന്ന പട്ടികളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കോഴി വളർത്തില്ലേ, ഈ കോഴി വളർത്തുന്ന പോലെ തന്നെ ഡോഗിനെ വളർത്തിട്ട് അവരതിനെ കൊല്ലും. എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ കാര്യം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഷോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കാണാത്തൊരു ജീവിത രീതിയും നമ്മൾ കാണാത്തൊരു സംഭവങ്ങളും കാണുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നോർമൽ ഡ്രസ്സിങ്ങിന്റെ സംഭവങ്ങളില്ലേ, അത് തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആ കൾച്ചറൽ ഷോക്കാണ്. നമ്മൾ കാണാത്തൊരു കാര്യം വേറൊരാള് ചെയ്യുന്ന കാണുമ്പോൾ അത് ഭയങ്കര ഇതായിരിക്കും. കോമൺ അല്ലാത്തൊരു കാര്യം ഉണ്ടല്ലോ, അതാണ്. എനിക്ക് കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഷോക്കായിരുന്നു മറ്റേ ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഒരു. അത് ഏതാ സ്ഥലം ആക്ച്വലി? ഞാൻ ഫസ്റ്റ് എത്യോപ്യ പോയപ്പോ 3 years മുന്നേ ഞാൻ അവിടുന്ന് എർബോറ ട്രൈബ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. അങ്ങനെ ആ ഒരു ട്രൈബ്സിലെ ആളുകളുടെ കൂടെ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാന് അങ്കോള എന്ന് പറഞ്ഞ രാജ്യത്തും ഞാൻ അവിടെ ഒരു ട്രൈബ്സിലെ ആൾക്കാരുടെ കൂടെ ഞാൻ നിന്നിട്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ലൈക്ക് അങ്കോളയിലുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് അറിയാം ഇത് എയറിലാവുന്നു, ചില സമയത്ത് അങ്ങനെ തോന്നും. അപ്പോ അത് ഞാൻ അവോയ്ഡ് ചെയ്യും. എനിക്ക് ഉണ്ടാവുന്ന പകുതി എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാല് എപ്പോഴും ഞാൻ വൈറലായിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഞാൻ ആലോചിച്ചു,
എനിക്കത് കാണിക്കണ്ട, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. ഞാൻ അവിടെ എല്ലാവരുടെയും ഡ്രസ് ഇല്ലാണ്ട് തന്നെ ഞാൻ നടന്നു. അപ്പൊ അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ ഹിംബ എന്ന് പറഞ്ഞ ട്രൈബ് ഉണ്ട് നമീബിയയിലെ, അവിടെ പോയ സമയത്ത് ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. എനിക്ക് സ്ട്രൈക്കും കിട്ടിയായിരുന്നു. 82,000 ഫോളോവേഴ്സ് ഒക്കെ പോയിട്ടുണ്ടായി സ്ട്രൈക്ക് കിട്ടിയിട്ട്. എന്റെ പേരൊന്നും സെർച്ച് ചെയ്താൽ വരില്ലായിരുന്നു. അത് ഇങ്ങനെ ഞാൻ നൂഡിറ്റി അല്ലേ, അത് ബ്ലറാക്കി ഇട്ടാൽ പോലും അത് ഇപ്പോ AI ഒക്കെയാണ് നോക്കുന്നത് തോന്നുന്നു. സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ളത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇടയ്ക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ കിട്ടിയായിരുന്നു. അപ്പൊ അത് പക്ഷെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അവര് ലൈഫിൽ ഒരിക്കലും കുളിക്കില്ല. ലൈഫിൽ ഒരിക്കലും അവര് കുളിക്കില്ല. നമ്മള് കുളിക്കുന്നത് നമ്മൾ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടില്ല. അവര് ഹൈജീൻ ആകുന്ന ഒരു സംഭവം ഉണ്ട്, റെഡ് കളറിൽ സാധനം മേൽ തേക്കും. അത് അവര് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അത് അവര് കഴുകി കളയുന്ന വെള്ളമൊന്നും കൊണ്ടല്ല? ഇല്ല, കഴുകി കളയില്ല. അത് പോവും, ഓൾറെഡി ഇങ്ങനെ പോവുമല്ലോ. പോകുമ്പോ വീണ്ടും ആ സാധനം തേക്കും. പിന്നെ അവര് ഈ വജനന്റെ ഏരിയയിൽ മാത്രം കവർ ചെയ്തൊരു ഡ്രസ്സല്ല, ഈ പശുവിന്റെ എന്തിന്റെ തോലാണ്. ആ തോല് വെച്ച് അവരിങ്ങനെ മറക്കുന്നുണ്ട് ഇവിടെ മാത്രം. അപ്പൊ അത് അവരിങ്ങനെ അലക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പുക, എന്തോ ഒരു ടൈപ്പ് സംഭവം ഇട്ടിട്ട് ഇങ്ങനെ സ്മെല്ലുള്ള ഒരു സംഭവം, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുക ഇടും. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. അപ്പൊ അത് ആ ഡ്രസ്സിനൊക്കെ ആ നല്ല സ്മെല്ലായിരിക്കും. മെൻസ്ട്രൽ പാഡ് ഇല്ല, എന്താ പറയാ, മെൻസ്ട്രേഷന്റെ ടൈമിലൊന്നും അവര് വാട്ടർ യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ എനിക്ക് എന്താ പറയാ ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാൻ മറ്റിങ്ങനെ വണ്ടറായിട്ട് മറ്റേ ഏതോ വേൾഡില് ഏതാ ഈ മെൻസ്ട്രേഷനെ പറ്റിയിട്ടൊക്കെ അവര് ബോധേഡല്ലേ പൊട്ടും? അതൊന്നും അവർക്ക് അവൈലബിൾ അല്ല. അവർ ആ കാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കതൊന്നും അവൈലബിൾ അല്ല. പിന്നെ അവർക്ക് ആ പണ്ടത്തെ രീതി വിട്ടിട്ട് പുറത്തേക്ക് പോകാനും താല്പര്യമില്ല. ഈ പറഞ്ഞ എന്താ പറയാ ഇങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ തന്നെയാണ് മെൻസ്ട്രൽ ടൈമിൽ അവർ യൂസ് ചെയ്യുന്നതും. ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇതേ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാഷ്റൂം പോയാലും ഇലയും കാര്യങ്ങളൊക്കെയാണ്, ടിഷ്യൂ പേപ്പറൊന്നും അല്ല, ഇലയും ഇതൊക്കെ വെച്ചാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. കുടിക്കാനും പിന്നെ കുക്ക് ചെയ്യാനും വേണ്ടി വളരെ കുറച്ച് വെള്ളം ദൂരെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് അതാണ് അവരാകെ യൂസ് ചെയ്യുന്നത്. പിന്നെ റബ്ബർ പോലെ ഇരിക്കുന്ന ബീഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഹണ്ട് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ചുട്ടിട്ട് അത് കഴിക്കുന്നു. ഞാനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വരുമൊന്നുമില്ല വലിച്ച അത്രക്ക് ഇത്. ഞാൻ പിന്നെ ആപ്പിളും സംഭവങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും എല്ലായിട്ട് എപ്പോഴും നടക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും എല്ലാത്തിനും ഇന്ന് അവിടെ നിന്ന് എനിക്ക് ഫുഡ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് കഴിക്കും. കാരണം പിന്നെ ഇഷ്ടമല്ലാത്ത ചില ഫുഡുകൾ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. മീൻസ് അതിന്റെ സ്മെല്ലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോസ് ഇടാൻ പറ്റാണ്ട് നമുക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങളുണ്ടോ? കുറെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഭയങ്കര മറവിയുള്ള ഒരാളാണ്. കുറെ നോക്കുമ്പോ നല്ലതാണ്. നമ്മളിങ്ങനെ വീഡിയോ നമുക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു, പക്ഷെ വീഡിയോ ഇല്ല അങ്ങനെയല്ല. ആ സമയത്ത് വീഡിയോ എടുക്കാൻ നമ്മള് ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ട് ഓടുന്ന സാഹചര്യം ആയിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ നോക്കും, നമ്മളെ സേഫ്റ്റി നോക്കും. എന്നിട്ടും പറയും ഇനിയിപ്പോ ഇൻ കേസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവര് പറയും ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ്. സോ അതേപോലെ നമ്മുടെ ഇപ്പോ റീസെന്റ് 2 മാസം മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഹൈദരാബാദ് യാത്ര, അതിനകത്ത് ആ ട്രെയിനിലെ ഇഷ്യൂ, അത് കുറെ പേര് ലീഗലി കുറെ സംസാരിക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ കുറെ ലോയേഴ്സിനെ ഞാൻ കണ്ടു. അതായത് മറ്റേ 11 മണിക്ക് അത് വൈറലായിരുന്നു. ഞാനത് നോക്കിയിട്ടേ ഇല്ല. അത് വൈറലായിരുന്നു കുട്ടി. അതായത് എല്ലാരും പറയുന്നു അതായത് 10 മണി കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഫുഡ് കഴിച്ചത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചു, അത് കേട്ടിട്ട് അപ്പുറത്ത് വേറൊരാള് പ്രതികരിക്കുന്നു, ഒരു ചെറുക്കൻ പ്രതികരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അരുണിമ പറയുന്നുണ്ട് ഞങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കും. അപ്പം കമന്റില് കുറെ പേര് പറയുന്നത് എന്നാ വിളിക്കും, നിങ്ങൾ തന്നെ എടുത്തോണ്ട് പോവുക, ആദ്യം 10 മണി കഴിഞ്ഞ് സ്ലീപ്പർ കോച്ച് സംസാരിക്കാൻ പാടില്ല, ലൈറ്റ് ഓഫ് എനിക്ക് അറിയില്ലായിരുന്നു. എന്താ ഞാൻ സോറി ചോദിക്കണോ എനിക്കറിയില്ല. മേ ബി ഇന്ത്യയിൽ നിൽക്കാത്തോണ്ടായിരിക്കും റൂൾസ് അറിയാം. ആർക്കാലും മിസ്റ്റേക്ക് പറ്റില്ലേ, വ്ളോഗർ ആയതുകൊണ്ട് മിസ്റ്റേക്ക് പറ്റില്ല എന്നൊന്നും ഇല്ലല്ലോ. ഒരു ട്രാവലർ ആണെങ്കിലും മിസ്റ്റേക്ക് പറ്റല്ലോ. അപ്പൊ അതിന് ഞാൻ സോറി ചോദിക്കണോ എനിക്കറിയില്ലായിരുന്നു 10 മണിക്ക് ശേഷം സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. 10 PM to 6 AM സ്ലീപ്പിംഗ് ടൈം ആണ്. ഓക്കെ, അപ്പൊ അതിന് ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവളും ഞാനും ജസ്റ്റ് സംസാരിച്ചതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ അരുണിമയുടെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ എപ്പിസോഡ് 1, എപ്പിസോഡ് 2, ഇപ്പൊ നമ്മൾ ഓരോ രാജ്യത്തിന് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു 8 എപ്പിസോഡ് ആണെങ്കിൽ അതിനകത്തൊരു 4 എണ്ണം തംബ്നെയിൽസ് കുറച്ചും കൂടി ഇങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവള് ചെയ്യുന്നതാണ്
ഓക്കെ. അത് സംഭവങ്ങൾ ഇവൾ റീക്രിയേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു റീക്രിയേറ്റ് അല്ല, ജനറേറ്റ് സ്വന്തമായി അവരുടെ സമ്മതത്തോടെ ഇവളുടെ സമ്മതത്തോടെ ചെയ്തിട്ട് അവൾ അത് കണ്ടന്റ് ആക്കുന്നതാണ്, അതുവഴി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഓക്കെ. ഞാൻ എന്റെ ബാഡ് എക്സ്പീരിയൻസ് ആയാലും ഗുഡ് എക്സ്പീരിയൻസ് ആയാലും ഇടും. ചിലപ്പോൾ 8 എപ്പിസോഡ് കഴിയുമ്പോഴായിരിക്കും 9ാമത്തെ എപ്പിസോഡിൽ ബാഡ് എക്സ്പീരിയൻസ്, അപ്പൊ അതായിരിക്കും ഇടുന്നത്. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് തിങ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. എന്റെ ട്രാവൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്കുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളാണ് ഞാൻ ഇടുന്നത്. അതിലും എനിക്ക് തോന്നുന്നു ഒരു 50% ഞാൻ ഇടുന്നുള്ളൂ. ആ 50% ഞാൻ പബ്ബിൽ പോവാറുണ്ട്, ബാറിൽ പോവാറുണ്ട്, ഓൾ നൈറ്റ് ഞാൻ ഡാൻസ് ബാറിൽ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഞാൻ എന്റെ ഒരു വീഡിയോയിലും റീൽസിൽ പോലും മേ ബി ഒന്നോ അങ്ങ് ഇട്ടിട്ടുള്ളൂ. അപ്പോ അതൊക്കെ എന്റെ പേഴ്സണൽ സ്പേസ് ആണ്. ഞാൻ ചിലപ്പോ ഏതെങ്കിലും കൺട്രിയിൽ പോകുമ്പോൾ ലൈക്ക് അവിടെ പരിചയപ്പെടുന്ന ആൾക്കാർ, ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ പുറത്തൊക്കെ പോകുന്നുണ്ടാവാം. അപ്പൊ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല വീഡിയോ എടുക്കാനായിട്ട്. എസ്പെഷ്യലി യൂറോപ്യൻസിനൊന്നും ഒരുപാട് പേർക്ക് വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമല്ല. ആ സമയത്ത് ഞാൻ വീഡിയോസ് എടുക്കാറില്ല. അവരുടെ കൂടെ ചിലപ്പോൾ വേറെ വാട്ടർഫാൾസിൽ പോയിട്ടുണ്ടാവും, അതൊന്നും ഞാൻ എടുക്കാറില്ല. അവർക്ക് ഇപ്പൊ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞാൻ വീഡിയോ എടുക്കുന്നത് കുറയും. അപ്പൊ എല്ലാ വീഡിയോസും ഞാൻ ഇടാറ് പോലുമില്ല. അപ്പൊ ആൾക്കാർക്ക് എന്ത് പറയാലോ, ഇങ്ങനെ എന്താ പറയാ എക്സാജറേറ്റ് ചെയ്തിട്ട് പറയാം. ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ ഇതിന് മാത്രം ടൈം എവിടെയാന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ തിങ്ക് ചെയ്ത് നെഗറ്റീവ് പറയുന്ന ഒരു സമയത്ത് ഗുഡായിട്ട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നാടിനെങ്കിലും എന്തെങ്കിലും ഇതുണ്ടാവും. അതെ, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് വേറൊരാൾക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഞാൻ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നല്ല, എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതാരും തിങ്ക് ചെയ്യുന്നില്ല. ഞാൻ നെഗറ്റീവ് മാത്രം ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാം അങ്ങനെയല്ലോ. ഇപ്പൊ എന്നെ പറ്റി പറയുന്നവരൊക്കെ അവരെന്താ ചെയ്യുന്നത്, അവര് നെഗറ്റീവ് മാത്രം മറ്റുള്ളവരെ റീച്ചുള്ള വീഡിയോ എടുത്തിട്ട് അവരെ കുറ്റം പറയുവാണ്. ഒരു എന്താ പറയാ, ഇങ്ങനെ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ മോശമാക്കി കാണിക്കുവാണ് ഒരാളെ. ഞാൻ ഒരാളെ മുഖത്ത് നോക്കി ഈ വ്യക്തി മോശമാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വീഡിയോയിൽ പോലില്ല. ഞാൻ എന്റെ ട്രാവൽ എക്സ്പീരിയൻസും ഞാൻ എന്റെ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. അതിലുള്ള ഗുഡും ബാഡും ആണ് ഇടുന്നത്. അല്ലാണ്ട് ഞാൻ ഒരാളെ സ്പെസിഫൈ ചെയ്ത് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നില്ല. ഈ വീഡിയോ ഇടുന്ന 99% ആൾക്കാരുടെയും കോണ്ടന്റ് എന്ന് പറയുന്നത് അവർക്ക് കോണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കോണ്ടന്റ് ആണ് അവരുടെ കോണ്ടന്റ്.